ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഈ ന്യൂസ് കാണുന്നുണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത് എന്താ പറയുക, +1 വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, യുവാവ് അറസ്റ്റിൽ. ഓക്കെ, ഇത് കേസ് പോക്സോന്റെ അണ്ടറിൽ വരുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കേസ് ഞാൻ എന്താ പറയുക പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ 21 വയസ്സായിട്ടുള്ള ആളും +1 വിദ്യാർത്ഥിനിയും പ്രണയത്തിലായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ പുറത്ത് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ്. വിദ്യാർത്ഥിനി എന്തായി ഇതുവരെ വീട്ടുകാരറിഞ്ഞപ്പം പെൺകുട്ടി എന്താണ് 18 വയസ്സിന് താഴെയാണ്. അറിയാലോ, പോക്സോന്നതിൽ വരുന്നതാണ്. വീട്ടുകാരത് അറിഞ്ഞപ്പോ വീട്ടുകാര് എന്താണ് കേസ് കൊടുത്ത്. അപ്പം ഒരു ചെറുക്കന്റെ എന്താ പറയാ ആ ചെക്കനെ ഈ കേസിലാക്കാൻ വേണ്ടിയിട്ട് ആണ് പോലീസുകാർ പറഞ്ഞ എന്താണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ്. ഈ +1 വിദ്യാർത്ഥിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ആൾക്കാരും കാണൂല. ഇത് റോട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇതൊക്കെ എന്താ പറയാ അറിയാലോ. പണ്ട് ഈ പോക്സോന്റെ കേസിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം 18 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഓരെന്ത് ചെയ്യും, പോലീസുകാർ ഇതാണ് ചെയ്യാൻ പോണത്. ഓരോക്കും പണ്ട് കാര്യമില്ല. 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ പെടുന്നത്, അതും എന്താ പറയുക ഒരു 21 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പോക്സോന്റെ കീഴിൽ വരുന്നതാണ്. പക്ഷെ പോലീസുകാർ ഇത് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ കേസിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിന്റെ ഒന്നും ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഇപ്പൊ ഇതേപോലെ എത്രയോ ആൾക്കാർ പ്രണയിച്ചിട്ട് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കാമുകനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിലും എന്താ പറയാ എത്രയോ ആൾക്കാര് പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പെടുന്നത് എന്താന്ന് വെച്ചാല് ഇതിന്റെ കീഴിലാണ്. പോക്സോന്റെ പെൺകുട്ടിക്ക് 18 ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ പോക്സോന്റെ കീഴിലാണ് പെടുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതാണ്, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളൊക്കെ പ്രണയിക്കാണ്ടിരിക്കുക. നോക്കിയാലും ഒന്ന് തൊട്ടാലും ഒരു ഉമ്മ വെച്ച് അവരെ പീഡനത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക ആൾക്കാർ. അതില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ കേസിൽ പെടും. പിന്നെ പോലീസുകാരാന്നുണ്ടെങ്കിൽ ഓരെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. ഓരാന്നുണ്ടെങ്കിൽ പിടിച്ച് അകത്തിടാനുള്ള കാര്യം നോക്കുള്ളൂ. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് ഒരാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആണുങ്ങൾ അപ്പം തന്നെ തെളിവുണ്ടോ ഇല്ലയെന്ന് നോക്കാതെ നേരെ പോയി അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ കിടക്കുന്ന റിമാൻഡ് അതിന് ശേഷം പിന്നെ നമ്മളെ സ്വയം എന്താ പറയാ ഉത്തരവാദിത്വം നമ്മൾ തെളിയിക്കേണ്ട സിറ്റുവേഷനിലാണ് നാട്ടിലുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് നോക്കി വയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഈ ന്യൂസ് കാണുന്നുണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത്